ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ കാവ്യ അരുൺ. ഗഡ് ഹാർമണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്ബയോസിസിനെ കുറിച്ചും ലീക്കി ഗട്ടിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഡിസ്ബയോസിസും ലീക്കി ഗട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ ട്രീറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഹെൽത്ത് റീഗെയിൻ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നാച്ചുറൽ മെഡിസിനിൽ നമ്മൾ എപ്പോഴും ഡയറ്റിനാണ് പ്രാധാന്യം നൽകുന്നത്. ഇവിടെയും നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ ഡയറ്റ് തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു അവയവത്തിൻ്റെയും ഹെൽത്ത് റീഗെയിൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിനെ റിജുവിനേറ്റ് ചെയ്യാനുള്ള ടൈം എത്ര വേണമെന്ന് മനസ്സിലാക്കണം. ഇവിടെ കുടലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കുടൽ ഭിത്തികളുടെ ഹെൽത്ത് റീഗെയിൻ ചെയ്യാൻ ഇതിന് 21 ഡേയ്സ് ടൈം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളുടെ ഡയറ്റും എപ്പോഴും ഈ ഒരു 21 ഡേയ്സിനുള്ളിൽ നിലനിർത്തിയിട്ട് വേണം നമ്മൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യാൻ. ഇതിൽ കുറഞ്ഞു പോകാൻ പാടില്ല, കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡയറ്റ് എന്ന് പറയുന്നത് 3 തരംതിരിച്ചിട്ടുള്ള ഡയറ്റുകളാണ്. അതിൽ ഒന്നാമത്തത് എലിമിനേറ്ററി ഡയറ്റ് ആയിരിക്കും. നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ടായിരിക്കുന്ന ഡിസ്ബയോസിസിൽ കാരണമായിരിക്കുന്ന കുറേ ഹാർംഫുൾ ബാക്ടീരിയാസിനെയും ടോക്സിൻസിനെയും നമ്മൾ റിമൂവ് ചെയ്യണം. രണ്ടാമത്തത് നമ്മുടെ ഗട്ടിന് ഹീൽ ചെയ്യാനുള്ളൊരു ടൈം കൊടുക്കണം. ഇതിനെ സൂത്തനിങ് ഡയറ്റ് പീരീഡ് എന്ന് പറയും. മൂന്നാമത്തത് ഇതിനെ വീണ്ടും ഹെൽത്തി ആക്കിയതിന് ശേഷം ഹീൽ ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ ആക്കി എടുക്കണം, റിജുവിനേറ്റ് ചെയ്യണം. അതിന് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഡയറ്റ് ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള 3 ഡയറ്റ് പാറ്റേൺസ് ആണ് ഈ 21 ഡേയ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിൽ ആദ്യത്തെ 7 ദിവസം എലിമിനേറ്ററി ഡയറ്റ് പീരീഡാണ്. ഇവിടെ നമ്മൾ ഡീവേം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മളുടെ ആ ഒരു ടോക്സിൻസിനെ റിമൂവ് ചെയ്യേണ്ടതായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇവിടെ എല്ലാ ഡയറ്റും എനിക്ക് ഒറ്റ വീഡിയോയിൽ പറയാൻ പറ്റില്ല. എങ്കിലും നമുക്ക് ലെമൺ ഹണി എന്നൊരു ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ജിഞ്ചർ ലെമൺ ഹണി ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. നമ്മൾ കേബേജ് ജ്യൂസ്, അതേപോലെയുള്ള റോ പപ്പായ ജ്യൂസ്, ഇതൊക്കെ നമുക്ക് എലിമിനേഷൻ സഹായിക്കുന്ന കുറച്ച് ഫ്രൂട്ട് ജ്യൂസസും വെജിറ്റബിൾ ജ്യൂസസും ഒക്കെ തന്നെയാണ്. ഇനി നമുക്ക് സൂത്തനിങ് ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് റോ പപ്പായയ്ക്ക് പകരം നമുക്ക് നല്ല പഴുത്ത പപ്പായ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ സ്റ്റീംഡ് വെജിറ്റബിൾസ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് നല്ല സൂപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ഹീലിംഗ് പീരീഡിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് കൺസ്ട്രക്റ്റീവ് പീരീഡിലുള്ള ആ ഒരു ഡയറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് കൂടുതലും സ്മൂത്തീസ്, നട്ട്സും അതേപോലെ തന്നെ സീഡ്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല സ്മൂത്തീസ്, ബനാനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല സ്മൂത്തീസ് ട്രൈ ചെയ്യാവുന്നതാണ്. അതേപോലെ നല്ല പ്രോട്ടീൻസ് ഉള്ള ഫുഡ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഹെൽത്തി ആയിട്ടുള്ള നോർമൽ ഫുഡിലേക്ക് സാവധാനം നമുക്ക് തിരിച്ച് കയറി പിടിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു ഡയറ്റ് പാറ്റേൺസ് ആണ് നമ്മൾ ഈ ഒരു ഗട്ട് ഹെൽത്തിനെ റീഗെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യരുത്. നല്ലൊരു ഡയറ്റീഷ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു നാച്ചുറോപ്പതി ഡോക്ടറിൻ്റെയോ അണ്ടറിൽ സൂപ്പർവിഷനിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ഡയറ്റ് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇവിടെ ഡീവേമിങ് അത്യാവശ്യമാണ്. എങ്ങനെ ഡീവേം ചെയ്യണം, എത്രത്തോളം ഡീവേം ചെയ്യണം എന്നൊക്കെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറാപ്പിയിലേക്ക് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.